Okay. State space analysis അല്ലെങ്കിൽ state variable analysis എന്ന് പറയുന്നത് it is a powerful technique for analysis and design of control system ആണ്. And normal state of the system determine ചെയ്യാൻ വേണ്ടി there are different procedures. First one is transfer function model. First modules ലൊക്കെ പഠിച്ചത് h of s is equal to output by input y of s by x of s, block diagram model, differential equation model and state space model. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിഫൈൻഡ് ഓൺലി അണ്ടർ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ. അതേപോലെ തന്നെ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലാണ് അത് അപ്ലിക്കബിൾ ആവുന്നത്. അതേപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനാലിസിസ് റെസ്ട്രിക്റ്റഡ് ടു സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റേറ്റ് സ്പേസ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് വേരിയബിൾ അനാലിസിസ് ക്യാൻ ബി അപ്ലൈഡ് ടു എനി ടൈപ്പ് ഓഫ് ദ സിസ്റ്റം ലൈക്ക് ലീനിയർ, നോൺ ലീനിയർ, ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. ഇവിടെ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആവുന്നത്. And this analysis can be carried out with initial condition. ഇവിടെ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ ആയിരുന്നു, ഇവിടെ സം ഇനീഷ്യൽ കണ്ടീഷനിൽ വർക്ക് ചെയ്യും. ആൻഡ് സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിലാണ് അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡൽ. പക്ഷേ സ്റ്റേറ്റ് സ്പേസ് ടെക്നിക്സ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ഡിജിറ്റൽ കമ്പ്യൂട്ടേഷൻ. ഇനി ഒരു സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷന് ദർ ഇസ് എ കൺട്രോൾ സിസ്റ്റം. ഇൻപുട്സ് u1 u2 up to um of t. There are m inputs. Output y1 y2 up to yp of t. Outputs, number of outputs are p. State variables x1 x2 up to xn of t. N state variables, m input variables, p output variables. ഇതാണ് ഒരു സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ്റെ സ്ട്രക്ചർ. ഇനി therefore the system consists of m input, p output and n state variables. ഇനി സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് സ്റ്റേറ്റ് ഇക്വേഷൻ ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് ഇക്വേഷൻ. സ്റ്റേറ്റ് ഇക്വേഷൻ ഇസ് x dot is equal to ax plus bu and output equation y is equal to cx plus du. ഇത് പഠിക്കണം. x dot is equal to ax plus bu and y is equal to cx plus du. X dot is equal to ax plus bu is state equation, y is output equation. These two equations together constitute state model of the system. x state vector ആണ്. x dot represent ചെയ്യുന്നത് x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ്, ദറ്റ് ഈസ് dx by dt ആണ്. ഇറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റേറ്റ് വെക്ടർ. u ഇൻപുട്ട് വെക്ടർ, a സ്റ്റേറ്റ് മെട്രിക്സ്, b ഇൻപുട്ട് മെട്രിക്സ്, c ഔട്ട്പുട്ട് മെട്രിക്സ് ആൻഡ് d ഇസ് ട്രാൻസിഷൻ മെട്രിക്സ്. ഇനി ഇതിന് മെട്രിക്സ് ഫോമിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. x dot is equal to x plus bu. So x dot, that is x1 x2 up to xn dot, if there are n number of state variables, x1 dot x2 dot up to xn dot, which is equal to ax plus bu. x1 x2 up to xn വേരിയബിൾസ് ആണ് എങ്കിൽ ദിസ് a എന്ന് പറയുന്ന മെട്രിക്സ് ഒരു n ക്രോസ് n മെട്രിക്സ് ആയിരിക്കും. ബിനെ നമ്പർ ഓഫ് യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ സൈസ്, വിച്ച് ഇസ് n ക്രോസ് n. എക്സിന്റെ നമ്പർ n ആണെങ്കിൽ ഇത് n തന്നെ ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ n ക്രോസ് 1 ആയിരിക്കും. അതേപോലെ ഔട്ട്പുട്ട് മെട്രിക്സ് p, ദാറ്റ് ഈസ് p ക്രോസ് 1. y is equal to cx plus du ആണ്. അപ്പോൾ p ക്രോസ് 1 ആണ് എങ്കിൽ ഇതൊരിക്കലും മാറില്ല. സ്റ്റേറ്റ് മെട്രിക്സ് x 4 ആണെങ്കിൽ 4 ക്രോസ് 1 മെട്രിക്സ് ആയിരിക്കും. ഇതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. ഇവിടെയും x എന്ന് പറയുന്ന മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഔട്ട്പുട്ട് y ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും c എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാവും. ഇത് 2 ആണെങ്കിൽ 2 ക്രോസ് x എന്ന് പറയുന്ന മെട്രിക്സ് 3 ആണെങ്കിൽ 2 ക്രോസ് 3 ആയിരിക്കും. അതേപോലെ തന്നെയാണ് d ഇൻറ്റു യുവിനെയും അതേപോലെ വൈനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാവുന്നത്. ഇനി ഒരു പ്രോബ്ലം, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ നോക്കാം.
കൺസ്ട്രക്ട് ദ സ്റ്റേറ്റ് മോഡൽ ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നിട്ടുണ്ട്. മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ട് മാസ് M1 M2 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് Y1 Y2 എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ K1 അതേപോലെ B1 എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. K2 B2 എലമെന്റ്സ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ K1 B1 എന്ന് പറയുന്നത് M1ന്റെയും M2യുടെ ഇടയിലാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നോക്കണം. 2 എണ്ണമാണ്. സോ 2 നോഡ് മാർക്ക് ചെയ്യുന്നു. ഈ 2 നോഡ് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? അതിൽ നിന്ന് M1 M2 എന്ന് പറയുന്ന മാസ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം. താഴെ ഒരു റെഫറൻസ് ലൈൻ ഗ്രൗണ്ട് വരച്ചതിന് ശേഷം റെഫറൻസ് ലൈനിലേക്ക് കണക്ട് ചെയ്യണം. ദെൻ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത ഫോഴ്സ് കാണിക്കണം. ഏതിലാണ്? Y1ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Y1ലേക്ക് ഫോഴ്സ് കണക്ട് ചെയ്യുക. K1 B1 എന്ന് പറയുന്ന രണ്ട് എലമെന്റ്സ് ഉണ്ട്. അത് ഇൻ ബിറ്റ്വീൻ Y1ന്റെയും Y2യുടെയും ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യുന്നു. ദെൻ K2 B2 ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് എഴുതണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നോഡ്സ് ഉണ്ട്. ദെർഫോർ ദർ ആർ 2 ഇക്വേഷൻസ്. ഇനി 2 നോഡ്സിന് ഫസ്റ്റ് നോഡിന്റെ ഓരോ നോഡിനുമാണ് ഇക്വേഷൻ എഴുതുന്നത്. ഫസ്റ്റ് നോഡിന് ഇക്വേഷൻ എങ്ങനെ എഴുതും? ഇൻപുട്ട് F of t is equal to input force is equal to opposing force എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. F is equal to M1 into this is M1 into എന്ത് വരും? d square y1 by dt square. M1 into d square y1 by dt is equal. F is equal to M into A അല്ലേ? A എന്താണ് ഇവിടെ? വൈഡ് ടേംസിലാണ്. ഡിസ്പ്ലേസ്മെന്റ് ടേംസിൽ ഡി സ്ക്വയർ y1 by dt സ്ക്വയർ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ ബി എന്ന ടേം വരികയാണെങ്കിലോ, അടുത്തത് ബി എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്യുക. ബി ഇൻറ്റു ഷെയറിംഗ് ആണ്. Y1ഉം Y2ഉം ഷെയറിംഗ് ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന ഡാഷ് ബോർഡ് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒപ്പോസിംഗ് ഫോഴ്സ് ബി ഇൻറ്റു വി ആണ്. M ഇൻറ്റു എ ആയിരുന്നു. ബി ഇൻറ്റു വി വെലോസിറ്റി ഡി വൈ ബൈ ഡി ടി. ഇവിടെ ഷെയറിംഗ് ആയതുകൊണ്ട് D1 Y1 മൈനസ് Y2 എന്ന് എഴുതണം. അതേപോലെ തന്നെ K ഇൻറ്റു എക്സ് എന്നായിരുന്നു സ്പ്രിംഗ് കാരണം ഉണ്ടാവുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സിന് പകരം ഇവിടെ എന്താണ്? Y1 ആണ്. സോ Y1 മൈനസ് Y2. അതേപോലെ സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുക. Y2 എന്ന് പറയുന്ന നോഡ് കൺസിഡർ ചെയ്യുക. അവിടെ ഇൻകമിംഗ് ഫോഴ്സ് ഒന്നുമില്ല. സോ 0. M2 ഇൻറ്റു ഡി സ്ക്വയർ Y2 ബൈ ഡി ടി സ്ക്വയർ. ബി എന്ന് പറയുന്ന ടേം ബി ഇൻറ്റു വി ഡി Y2 ബൈ ഡി ടി. K ഇൻറ്റു എക്സ്. എക്സിന് പകരം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് Y2 ആണ്. Similarly, B1 into Y2 minus Y1. B1 into d by dt of Y2 minus Y1. K into Y2 minus Y1 ചെയ്യാം. അതായത് എപ്പോഴും എമ്മിനോട് കൂടി ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നുള്ള ടേം ആയിരിക്കും അസോസിയേറ്റ് ചെയ്യുക. ബിയുടെ കൂടെ ഡി വൈ ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്ന ടേം ആയിരിക്കും. കെയുടെ കൂടെ കെ ഇൻറ്റു എക്സ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കെ ഇൻറ്റു ഇവിടെ നമുക്ക് Y1 തന്നിട്ടുണ്ട്. ഇനി 2 ഇക്വേഷനും വെച്ചിട്ട് ഇത് തന്നെയാണ് നമ്മൾ ഇക്വേഷൻ 1 and 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ഈ 2 ഇക്വേഷൻസും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? സ്റ്റേറ്റ് മോഡൽ ചെയ്യാൻ പോവാണ്. സ്റ്റേറ്റ് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 4 വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. x1 x2 x3 x4 4 വേരിയബിൾ ചൂസ് ചെയ്യുന്നു. ഇൻപുട്ട് ഫോഴ്സിന് u എന്ന് പറയുന്ന വേരിയബിളും ചൂസ് ചെയ്യുന്നു. ഇനി അസൈൻ ചെയ്യാണ്. x1 is equal to y1, x2 is equal to y2. x1 y1ഉം x2 y2 കൊടുത്തു. x3 dy by dt കൊടുത്തു. x4 dy2 by dt കൊടുത്തു. ഇനി നമുക്കറിയാം ലാസ്റ്റ് വേരിയബിൾസ് ഏതാണ്? ഡി സ്ക്വയർ y1 by dt സ്ക്വയറും ഡി സ്ക്വയർ y2 by dt സ്ക്വയറും. അതിന് പുതിയ വേരിയബിൾ അസൈൻ ചെയ്യരുത്. അതിന് എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്ത വേരിയബിളിനെ ഡോട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx3 by dt ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x3 ഡോട്ട് എന്നറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആണ്. നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ്. സോ എക്സ് ഡോട്ട് എന്നുള്ളൊരു ടേം വേണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? x3 ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. അതേപോലെ x4 ഡോട്ട് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? അസൈൻ ചെയ്ത വാല്യൂസ് എല്ലാം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 എന്തായി മാറും? u ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു ഡി സ്ക്വയർ y1 ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? x3 ഡോട്ട് പ്ലസ് b1 ഇൻറ്റു then dy1 by dt is dy1 by dt x3 minus b1 into dy2 by dt is x4. Similarly, k1 into y1 എന്തായിരുന്നു? x1 മൈനസ് k1 into y2 എന്തായിരുന്നു? x2. ഇങ്ങനെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് x3 ഡോട്ട് എന്താന്ന് കണ്ടുപിടിക്കണം.
സോ വി ഹാവ് ടു റൈറ്റ് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതണം. സോ ഇതിൽ നിന്ന് x3 ഡോട്ട് എങ്ങനെ കാണാം, ഈ ടേം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേമിലും ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, ദെൻ m1 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷനിലും വേരിയബിൾ അസൈൻ ചെയ്തു. m2 ഇൻറ്റു ഡി സ്ക്വയർ y2 ബൈ ഡി ടി സ്ക്വയർ ഇസ് x1 ഡോട്ട്, b2 ഇൻറ്റു dy2 ബൈ ഡി ടി ഇസ് x4 ഡോട്ട്. അങ്ങനെ എല്ലാ വേരിയബിൾസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, വാട്ട് ഇസ് x4 ഡോട്ട് കണ്ടുപിടിക്കണം. സോ ഈ ടേം ഇവിടെ വെച്ച് ബാക്കി എല്ലാ ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ 3ഉം 4ഉം കിട്ടി. ഇക്വേഷൻ 3 എന്തായിരുന്നു, x3 ഡോട്ടാണ്. ഇക്വേഷൻ 4 എന്താണ്, x4 ഡോട്ടാണ്. പക്ഷെ നമുക്ക് എഴുതണമെങ്കിൽ എന്തൊക്കെ അറിയണം, x1 ഡോട്ടും x2 ഡോട്ടും എന്താണെന്ന് അറിയണം. x1 ഡോട്ട് എന്തായിരിക്കും, x1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ എന്ത് കിട്ടും, x1 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx1 ബൈ ഡി ടി. dx1 ബൈ ഡി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, x1 ഡോട്ട് ഇസ് ഈക്വൽ ടു dy1 ബൈ ഡി ടി. dy1 ബൈ ഡി ടി എന്താണ്, x3 ആണ്. ദെർഫോർ x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x3 എന്ന് എഴുതാം. അതേപോലെ x3 ഡോട്ട് ഇസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ dy2 ബൈ ഡി ടി. dy2 ബൈ ഡി ടി എന്തായിരുന്നു, x4 ആയിരുന്നു. സോ x2 ഡോട്ട് ഇസ് ഈക്വൽ ടു x4. ഇപ്പം നമുക്ക് ഇക്വേഷൻസ് എല്ലാം കയ്യിലുണ്ട്. x3 ഡോട്ട്, x4 ഡോട്ട്, x1 ഡോട്ട്, x2 ഡോട്ട്. ഇത് 4 ഇക്വേഷൻസും യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു റൈറ്റ് ഇൻ വിച്ച് ഇസ് ഇൻ എ മെട്രിക്സ് ഫോം. x1 dot, x2 dot, x3 dot, x4 dot is equal to ax plus bu. എഴുതേണ്ടത് എങ്ങനെയാണ്, x dot is equal to ax plus bu. അപ്പോൾ x എന്തായാലും എന്താണ്, ഒരു കോളം മെട്രിക്സ് ആണ്. ഇവിടെ നമ്മൾ 4 വേരിയബിൾ എടുത്തിരിക്കുന്ന കാരണം x1, x2, x3, x4 അതിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇത് 4 ആയതുകൊണ്ട് a എന്ന് പറയുന്ന മെട്രിക്സ് ഷുഡ് ബി എന്തായിരിക്കും, ഒരു 4x4 മെട്രിക്സ് ആയിരിക്കും. ഇത് 4 ആണെങ്കിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി നോക്കുക, വാട്ട് ഇസ് x1 ഡോട്ട് ഇസ് ഈക്വൽ ടു x3 ആണ്. നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 0 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 പ്ലസ് 1 ഇൻറ്റു x3 പ്ലസ് 0 ഇൻറ്റു x4. അപ്പോൾ നമുക്ക് ഏത് ടേം മാത്രം മതി, x3 എന്നുള്ള ടേം മാത്രം മതി. അതുകൊണ്ട് x3യുടെ കോഎഫിഷ്യന്റ് മാത്രം എന്ത് ചെയ്യുക, 1 ഇടുക, ബാക്കി എല്ലാം 0 ഇടുക. അതേപോലെ x2 ഡോട്ട് എന്താണ്, x4 ആണ്. അപ്പോൾ x4ൽ 4th ടേമിൽ മാത്രം 1 ഇടുക, ബാക്കി എല്ലാം 0 ഇടുക. സിമിലർലി x3 ഡോട്ട് എന്താണ്, x1ന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, x2ന്റെ കോഎഫിഷ്യന്റ്, x3യുടെ കോഎഫിഷ്യന്റ് എല്ലാം ഉണ്ട്. അപ്പോൾ x1ന്റെ കോഎഫിഷ്യന്റ്, x2യുടെ കോഎഫിഷ്യന്റ്, x3യുടെ കോഎഫിഷ്യൻസ് അങ്ങനെ മാർക്ക് ചെയ്യാം. സിമിലർ ഇതിന്റെ കൂടെ എന്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, u ബൈ m1 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് ഇതിന്റെ കൂടെ ഒരു ഇൻപുട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. x ഡോട്ട് ഇസ് ഈക്വൽ ടു a x പ്ലസ് ബി യു ആണ്. u എന്ന് പറയുന്നത് 1 ആണ്. 1 ആയതുകൊണ്ട് തന്നെ ഈ മെട്രിക്സ് എന്തായിരിക്കും, ഇത് 4 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും, 4 റോസ് ഉണ്ടായിരിക്കും. കോളം എത്ര മതി, 1 മതി. അപ്പോൾ 4 റോസും കോളം 1ഉം ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് ടേം x1 ഡോട്ടിന്റെ കൂടെ u എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നോ, ഇല്ല, 0 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ യുടെ ടേം ഉണ്ടായല്ലോ, ഇല്ല, അതിപ്പോൾ എന്താണ്, 0 ആണ്. തേർഡ് ഇക്വേഷനിൽ ഉണ്ട്, യുടെ ടേം എന്താണ്, കോഎഫിഷ്യന്റ് 1/m1 ആണ്. സോ 1/m1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർത്ത് വണ്ണിൽ എന്തില്ല, യുടെ ടേം ഇല്ല, ദെർഫോർ ഇറ്റ് വിൽ ബി 0. ഇനി ഇവിടെ x4 ഡോട്ട് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും, x1ന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് k1/m2, x2യുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് മൈനസ് ഓഫ് k1 പ്ലസ് k2/m2, x3യുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് b1/m2, അതേപോലെ x4ന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. സോ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ, സ്റ്റേറ്റ് ഇക്വേഷൻ x ഡോട്ട് ഇസ് ഈക്വൽ ടു ax പ്ലസ് bu എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് എഴുതണം, ഔട്ട്പുട്ട് ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു cx പ്ലസ് du ആണ്. അപ്പം ഔട്ട്പുട്ട് അറിയണം. ഔട്ട്പുട്ട് എന്തൊക്കെയാണ്, y1ഉം y2 ആണ് നമ്മളുടെ ഔട്ട്പുട്ട്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് y1ഉം y2 ആണ് അല്ലേ. സോ y1 y2 നമ്മൾ ഓൾറെഡി വേരിയബിൾ അസൈൻ ചെയ്തിട്ടുണ്ട്. y1 എന്താണ്, x1 ആണ്, y2 എന്താണ്, x2 ആണ്. സോ y1 y2 ഇസ് ഈക്വൽ ടു ഓൾറെഡി സ്റ്റേറ്റ് വേരിയബിൾസ് 4 നമ്മൾ ചൂസ് ചെയ്തിരുന്നു, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഔട്ട്പുട്ട് ഇക്വേഷനിലായാലും 4 തന്നെ ചൂസ് ചെയ്യണം, x1 x2 x3 x4. ഇനി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ 2 എന്ന് പറയുന്ന 2 ആണ് ഔട്ട്പുട്ട് എങ്കിൽ എന്തായിരിക്കും, 2 ക്രോസ് 4 ആയിരിക്കും നമ്മളുടെ c എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിന്റെ കൂടെ d എന്ന് പറയുന്ന ടേം ഇല്ല, u എന്ന് പറയുന്ന ഇൻപുട്ട്സ് ഇല്ല, ഇൻപുട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ആവശ്യമില്ല, നമ്മുടെ ഇക്വേഷനിൽ ഇല്ല. ദെർഫോർ c എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും, y1 ഇസ് ഈക്വൽ ടു x1. സോ x1ൽ മാത്രം 1, ബാക്കി എല്ലാം 0. y2 ഇസ് ഈക്വൽ ടു x2. അപ്പോൾ y2 എങ്ങനെ കിട്ടും, 0 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 പ്ലസ് 0 ഇൻറ്റു x3 പ്ലസ് 0 ഇൻറ്റു x4. അപ്പോൾ x2യുടെ ടേമിന് മാത്രം 1 കിട്ടും. അപ്പോൾ ഇക്വേഷൻ കിട്ടി. ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 7 സ്റ്റേറ്റ് ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 8 ഔട്ട്പുട്ട് ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ നമ്പർ 7 and 8 ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം. ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് എന്ത്, സ്റ്റേറ്റ് മോഡൽ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്.